നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ അഭിമാനമായ, രാജ്യത്തിന്റെ തന്നെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിർവഹിച്ചിരിക്കുകയാണ്. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായെന്നും ഇതിന് പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിന്റെ നന്ദി അറിയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിരവധി രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം തന്നെ സദസ്സിലുണ്ട്. ഒരുപാട് ആളുകളാണ് ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നത്. അപ്പോഴും പ്രതിപക്ഷം ഉദ്ഘാടനത്തിന്റെ വേളയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അവരെ ക്ഷണിച്ചിട്ടുമില്ല. മാത്രവുമല്ല, ഇന്ന് ചർച്ചയായിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സാന്നിധ്യമാണ്. കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും ഉദ്ഘാടന വേളയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹം ഇവിടെ കേരളത്തിലുണ്ട്. അദ്ദേഹം കേരള ഗവർണറായി വീണ്ടും അധികാരമേറ്റതിനു ശേഷം ഇപ്പോൾ നടക്കുന്ന ഒരു പൊതു പരിപാടിയാണ്. മന്ത്രിമാരും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയൊരു പൊതുപരിപാടിയാണ്. വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ ആ ഒരു വേളയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിളിക്കാത്തതിനെതിരെ വിമർശനം ഉയരുകയാണ്. മാത്രവുമല്ല, ഇന്ന് മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാനിത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും ഇത് അറിയിച്ച മാധ്യമങ്ങൾക്ക് എന്റെ നന്ദി എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ പരിപാടിയെക്കുറിച്ചോ ഉദ്ഘാടനത്തെക്കുറിച്ചോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഒന്നും തന്നെ ഒരു പരാമർശവും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരു വരിയിൽ തന്റെ നന്ദി അറിയിക്കുകയായിരുന്നു. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു, അതിന് നന്ദി എന്ന് മാത്രമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തേക്ക് അദ്ദേഹം ചെല്ലുമോ എന്നുള്ളതെല്ലാം ചോദ്യചിഹ്നമായി ഉയരുകയാണ്. ഏതായാലും മറ്റുള്ള എല്ലാവരും തന്നെ ആര്യ രാജേന്ദ്രൻ അടക്കം ഇന്ന് അവിടെ വേദിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും മറ്റു പ്രമുഖരെ, പ്രതിപക്ഷത്തുള്ളവരെയും അതുപോലെ തന്നെ ഗവർണറെ അടക്കം തിനെതിരെ വലിയ വിമർശനം ഉയരുകയാണ്. മാത്രമല്ല, ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം കേരളം മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചും അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദനെ കുറിച്ചും ഒന്നും തന്നെ പരാമർശിക്കാത്തതും ശ്രദ്ധേയമായിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് തുറമുഖങ്ങൾ സാമ്പത്തിക വികസനത്തിന് ഏറ്റവും വലിയ ചാലക ശക്തിയാണെന്നും അതുപോലെ തന്നെ ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിൽ എണ്ണാവുന്നവ മാത്രമേ ഉള്ളൂ. ലോക ഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചു എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറെ ആരെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. മന്ത്രി ജി ആർ അനിൽ, വി ശിവൻകുട്ടി, മന്ത്രി കെ രാജൻ, കെ എൻ ബാലഗോപാൽ, വി എൻ വാസവൻ എന്നിവരെല്ലാം തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു. മറ്റു പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ വേദിയിലുണ്ടായിരുന്നു. മാത്രവുമല്ല, ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് തുറമുഖ മന്ത്രി വി എൻ വാസവൻ തന്റെ പ്രസംഗം ആരംഭിച്ചു. തന്നെ ആ കാവ്യഭാവന അർത്ഥപൂർണമാകുന്ന നിമിഷങ്ങൾക്കാണ് വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുന്നത്. നാടിന്റെ വികസന ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന പദ്ധതിയാണിത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ അഭിമാനത്തോടെയാണ് ഈ നിമിഷത്തെ നോക്കിക്കാണുന്നു എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും എല്ലാ പ്രമുഖരും അവിടെ എത്തിയപ്പോഴും ഗവർണറെ വിളിക്കാത്തതിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള ആരെയും വിളിക്കാത്തതും വലിയ വിമർശനമാണ് അതുപോലെ സർക്കാരിനെതിരെ ഉയർന്ന് കേൾക്കുന്നത്. ഏതായാലും മുൻ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗവും ഏറെ ചർച്ചയാവുകയാണ്.